ക്രിസ്തുമസൊക്കെ അല്ലേ, മക്കളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പഴുപ്പിച്ച് കൊല പഴുത്ത് പോകും. അപ്പോൾ ഞാൻ അതൊന്ന് കേടാകാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മക്കൾ വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിലുണ്ടായത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുന്ന ഒത്തിരി സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാഴക്കൊലയിൽ നിന്നും അതിൻ്റെ പടലയെല്ലാം ഇങ്ങനെ തിരിച്ചെടുക്കുക. അതിന് കായ്ക്ക് ചെത്തൊന്നും കൊള്ളാത്ത രീതിയിൽ അത് നമ്മൾ തിരിച്ചെടുത്തതിൻ്റെ ശേഷം, ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ കിട്ടുമല്ലോ, അലൂമിനിയം ഫോയിലിൻ്റെ, അതാണെങ്കിലും മതി, അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്ലാസ് പേപ്പർ ആയാലും മതി. ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ന്യൂസ് പേപ്പർ ആയാലും കുറേ നാൾ കേടാകാതെ വെക്കും കേട്ടോ. പഴമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഗ്ലാസ് പേപ്പറുണ്ട്, അതുകൊണ്ട് ഞാനിതിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളതിൻ്റെ പെടല വെട്ടിയെടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ ആദ്യമേ കേടാകുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ സേഫായിട്ട് മൂടി കെട്ടി വെക്കണം. അപ്പം ഞാൻ എന്തായാലും ആ പേപ്പർ, അത് ഗ്ലാസ് പേപ്പർ ഉള്ളതുകൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഈച്ചയും ഇതൊന്നും വരാതിരുന്നോട്ടെ എന്ന് വിചാരിച്ച്. ഇവരെന്തായാലും വരാൻ ഇനി ഒരു 10 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾക്ക് പച്ചക്കായ ആണെങ്കിലും ഇങ്ങനെ അതിൻ്റെ വെട്ടിയെടുത്ത ഭാഗം നല്ലോണം കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ നമ്മൾക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഈ പഴമൊക്കെ പഴുത്ത് ചീഞ്ഞൊന്നും പോകാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്കിതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ന്യൂസ് പേപ്പറിലായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ചെയ്ത് വെച്ചു. അത് പെട്ടെന്ന് അത് അധികം പഴുക്കാത്തതും പഴുത്തതും ഒക്കെ എടുത്ത് ശരിയാക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഇത് നോക്കാമല്ലോ, ഇങ്ങനെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. കുറേ പഴമൊക്കെ കിട്ടുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ.